എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഒരു വിശദമായ ചർച്ചയിലേക്ക്. നമ്മളിന്ന് പരിശോധിക്കാൻ പോകുന്നത് ഭൂമിയുടെ ആത്മീയ ചരിത്രത്തെക്കുറിച്ചുള്ള ഒരു പ്രത്യേക കാഴ്ചപ്പാടാണ്. ഇതിനായിട്ട് നമ്മൾ ആശ്രയിക്കുന്നത് എർത്ത് സ്പിരിച്വൽ ഒഡിസി എന്ന തലക്കെട്ടുള്ള ചില രേഖകളിലെ ഭാഗങ്ങളാണ്. ഒരു കാര്യം തുടക്കത്തിലേ പറയട്ടെ, ഈ രേഖ അവതരിപ്പിക്കുന്നത് ഒരു പ്രത്യേക ക്രിസ്തീയ ദൈവശാസ്ത്രപരമായ ചിന്താഗതിയാണ് കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു ദൗത്യം ഈ രേഖ മുന്നോട്ട് വയ്ക്കുന്ന ആ വിവരണം, അതായത് സൃഷ്ടി മുതൽ ഭാവിയിലേക്കുള്ള ചില പ്രവചനങ്ങൾ വരെയുള്ള കാര്യങ്ങൾ, അതിനെ ആഴത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നതാണ്. തീർച്ചയായും ഈ രേഖയുടെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ അത് തിരുവെഴുത്തുകളെ, അതായത് ബൈബിളിലെ വാക്യങ്ങളെ ഈ ചരിത്രം മനസ്സിലാക്കാനുള്ള ഒരു അടിസ്ഥാനമായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന് യോഹന്നാൻ 8:32 പറയുന്നില്ലേ, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും എന്ന്. അതുപോലെ സത്യം വെളിപ്പെടുത്തുക എന്നതാണ് ലക്ഷ്യം എന്ന് ഈ രേഖ അവകാശപ്പെടുന്നുണ്ട്. ഇതിലെ ഒരു കേന്ദ്ര ആശയം എന്ന് പറയുന്നത് സൃഷ്ടി, പിന്നെ മനുഷ്യന്റെ വീഴ്ച, തുടർന്ന് യേശു ക്രിസ്തുവിലൂടെയുള്ള വീണ്ടെടുപ്പ്, ഇതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു ക്രൈസ്റ്റോസെൻട്രിക് വീക്ഷണമാണ്. ഇത് മുഴുവനായും ആ ഒരു ലെൻസിലൂടെയാണ് ചരിത്രത്തെ നോക്കിക്കാണുന്നത്. ശരി. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ രേഖ വിവരിക്കുന്ന തുടക്കത്തിൽ നിന്ന് തന്നെ ആരംഭിക്കാം അല്ലേ? ദൈവരാജ്യത്തിന്റെ സ്ഥാപനത്തോടെയാണ് എല്ലാം തുടങ്ങുന്നതെന്ന് പറയുന്നു. പക്ഷെ അധികം വൈകാതെ മനുഷ്യൻ അനുസരണക്കേട് കാണിച്ചു. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ നമ്മളിത് വായിക്കുന്നുണ്ടല്ലോ, ഈ ഒരു സംഭവം. പിന്നീട് നീണ്ടു നിൽക്കുന്ന ഒരു വലിയ ആത്മീയ പോരാട്ടത്തിന്റെ തുടക്കമായിട്ടാണ് ഈ രേഖ വ്യാഖ്യാനിക്കുന്നത്. എഫേസ്യർ 6:12 പറയുന്ന ആ ഒരു പോരാട്ടം പോലെ. ഇതിനിടയിൽ ഉൽപ്പത്തി 3:15 പറയുന്ന പ്രോട്ടോ ഇവഞ്ചേലിയം, അതായത് ആദിമ സുവിശേഷം എന്നതിനെ ഈ രേഖ എങ്ങനെയാ കാണുന്നത്? എന്താണ് അതിൻ്റെ ഒരു പ്രാധാന്യം ഈ വിവരണത്തിൽ? ഇതിനെക്കുറിച്ചുള്ളൊരു വാഗ്ദാനം ഇത് വെറുമൊരു പഴയ കഥയല്ല, മറിച്ച് മനുഷ്യനും സാത്താനും തമ്മിൽ യുഗങ്ങളോളം നീണ്ടു നിൽക്കുന്നൊരു ആത്മീയ യുദ്ധത്തിൻ്റെ ആ ഒരു തുടക്കമായിട്ടാണ് ഈ ഉറവിടം ഇതിനെ അവതരിപ്പിക്കുന്നത്. മനുഷ്യൻ്റെ ഈ വീഴ്ചയുടെ ഫലമായിട്ട് ദൈവം ഭൗതിക ലോകത്തിനും ആത്മീയ ലോകത്തിനുമിടയിൽ ഒരു തരം ഒരു അതിർവരമ്പ് അല്ലെങ്കിൽ ഒരു വേർതിരിവ് സ്ഥാപിച്ചു എന്നും ഈ രേഖ പറയുന്നുണ്ട്. ഒരു അതിർവരമ്പോ? ഡയമെൻഷണൽ ബാരിയർ പോലെയാണോ? അതെ, ഒരു ഡയമെൻഷണൽ ബാരിയർ. ഇത് യെശയ്യാവ് 59:2 പോലുള്ള വാക്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ് വിശദീകരിക്കുന്നത്. നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. അതായത് പാപം കാരണം മനുഷ്യനും ദൈവവും തമ്മിലൊരു അകൽച്ചയുണ്ടായി, ഒരു വേർപാട് സംഭവിച്ചു. അതാണ് ഈ അതിർവരമ്പായി ഈ രേഖ കാണുന്നത്. കൊള്ളാം. ഇത് കാര്യങ്ങളെ ഒരു വേറെ ലെവലിൽ കാണാൻ സഹായിക്കുന്നുണ്ട്. ഇവിടെ നിന്നാണ് ഈ രേഖ കുറച്ചുകൂടി വിവാദപരവും അതേസമയം ശ്രദ്ധേയവുമായ ചില കാര്യങ്ങളിലേക്ക് കടക്കുന്നതെന്ന് തോന്നുന്നു. പ്രളയത്തിന് മുൻപ് നടന്ന ഒരു വലിയ സംഭവത്തെക്കുറിച്ച് ഈ രേഖ പറയുന്നുണ്ടല്ലോ. അതായത് ഉൽപ്പത്തി 6-ാം അധ്യായത്തിൽ പറയുന്ന ദൈവപുത്രന്മാർ, അല്ലെങ്കിൽ ചില വ്യാഖ്യാനങ്ങൾ അനുസരിച്ച് കാവൽ മാലാഖമാർ, വാച്ചർ ഏഞ്ചൽസ് എന്ന് പറയും. അവര് ഭൂമിയിലെ കാര്യങ്ങളിൽ ഇടപെട്ടതിനെക്കുറിച്ച് യൂദായുടെ ലേഖനം 1:6 ഇതിനെപ്പറ്റി പറയുന്നുണ്ടല്ലോ. ഈ ഉറവിടമനുസരിച്ച് എന്താണ് അവിടെ ശരിക്കും സംഭവിച്ചത്? ആരായിരുന്നു ഈ നെഫിലിം എന്ന് പറയുന്ന വിഭാഗം? ഇതൊരുപാട് ഊഹാപോഹങ്ങൾക്കിട നൽകാറുള്ള ഒരു വിഷയമാണല്ലോ. അതെ, തീർച്ചയായും. ഈ രേഖ നൽകുന്ന വ്യാഖ്യാനം വളരെ വ്യക്തമാണ്, എന്നാൽ ചിലർക്ക് അസാധാരണമായി തോന്നാം. അതനുസരിച്ച് കാവൽ മാലാഖമാർ എന്ന് വിളിക്കപ്പെടുന്ന ചില മാലാഖമാർ അവർക്ക് ദൈവം നൽകിയ സ്ഥാനം ഉപേക്ഷിച്ചു, എന്നിട്ട് മനുഷ്യ സ്ത്രീകളുമായി ലൈംഗികമായി ബന്ധപ്പെട്ടു. ഇത് ദൈവത്തിൻ്റെ പദ്ധതിക്ക് വിരുദ്ധമായൊരു കാര്യമായിരുന്നു. ഈ ബന്ധത്തിൻ്റെ ഫലമായി നെഫിലിം എന്നറിയപ്പെടുന്ന ഒരു സങ്കരവർഗം, അതായത് ഹൈബ്രിഡ്സ്, ഭൂമിയിലുണ്ടായി. ഓഹോ, ഹൈബ്രിഡ്സോ? അതെ, ഇവർ ഭീമാകാരന്മാരും അക്രമകാരികളുമായിരുന്നു എന്നൊക്കെയാണ് കരുതപ്പെടുന്നത്. ഈ ഇടപെടൽ മനുഷ്യവർഗത്തിൻ്റെ ജനിതക ഘടനയെ മാത്രമല്ല, മൃഗങ്ങളുടെയും സസ്യങ്ങളുടെയും ജനിതക ഘടനയെ പോലും മലിനമാക്കി എന്ന് ഈ രേഖ വാദിക്കുന്നു. ലോകം മൊത്തം അധർമ്മം കൊണ്ട് നിറയാൻ ഇത് കാരണമായി. ശരിക്കും? അപ്പോ ഇതാണോ നോഹയുടെ കാലത്തെ പ്രളയത്തിന് പിന്നിലെ കാരണം? ഈ വ്യാപകമായ മലിനീകരണമാണ് നോഹയുടെ കാലത്തുണ്ടായ മഹാപ്രളയത്തിന് പിന്നിലെ ഒരു പ്രധാന കാരണമായി ഈ രേഖ ചൂണ്ടിക്കാട്ടുന്നത്. പ്രളയം ഭൂമുഖത്തുണ്ടായിരുന്ന നെഫിലിമുകളെയും പിന്നെ മനുഷ്യരിൽ ഈ മാലാഖമാർ സ്ഥാപിച്ച ആ ദുഷിച്ച സ്വാധീനത്തെയും പൂർണ്ണമായി തുടച്ചു നീക്കാനുള്ള ഒരു ദൈവിക ഇടപെടലായിരുന്നു അത്.
ഭൂമി മനുഷ്യർക്ക് വാസത്തിനായി നൽകപ്പെട്ടതാണെന്ന് സങ്കീർത്തനം 115:16 പറയുന്നതിനെയും ഇത് ബലപ്പെടുത്തുന്നുണ്ട്. മാത്രമല്ല, ഈ പ്രവൃത്തി ചെയ്ത മാലാഖമാർ പിന്നീട് ബന്ധനസ്ഥരാക്കപ്പെട്ടു എന്നും യൂദാ 1:6 അതിനെക്കുറിച്ചാണ് പറയുന്നതെന്നും ഈ രേഖ വ്യക്തമാക്കുന്നു. ഓക്കെ, അപ്പോ പ്രളയം ഒരു തരത്തിലുള്ള ശുദ്ധീകരണമായിരുന്നു ഈ രേഖയുടെ കാഴ്ചപ്പാടില്. നെഫിലിമുകളും അവരുടെ ആ നേരിട്ടുള്ള സ്വാധീനവും ഇല്ലാതായി. പക്ഷെ അതോടെ പ്രശ്നങ്ങൾ തീർന്നോ? ഈ രേഖ പറയുന്നതനുസരിച്ച് പൈശാചിക സ്വാധീനം പിന്നെയും തുടർന്നു. പക്ഷെ അതിന്റെ രീതികൾ മാറി, അല്ലേ? ഇവിടെയാണ് ബാബേൽ ഗോപുരത്തിന്റെ കഥ, ഉൽപ്പത്തി 11 കഥ പ്രസക്തമാകുന്നത്. ആ സംഭവം എങ്ങനെയാണ് ഈ വലിയ ആത്മീയ പോരാട്ടത്തിന്റെ ഭാഗമാകുന്നത് ഈ രേഖയുടെ വ്യാഖ്യാനത്തിൽ? ശരിയാണ്. ഈ ഉറവിടം പറയുന്നതനുസരിച്ച് പ്രളയത്തിന് ശേഷം വീണുപോയ മാലാഖമാർക്ക് പഴയതുപോലെ ഭൂമിയിൽ നേരിട്ടിടപെടാനോ ഭരണം നടത്താനോ കഴിഞ്ഞില്ല. ഒരുപക്ഷെ ആ പറഞ്ഞ മാനങ്ങളുടെ അതിർവരമ്പ് കുറച്ചുകൂടി ശക്തമായിട്ടുണ്ടാവാം. അതുകൊണ്ട് അവരുടെ തന്ത്രം മാറി. അവരെ നേരിട്ടല്ലാതെ മനുഷ്യരിലൂടെ പ്രവർത്തിക്കാൻ തുടങ്ങി. അതായത് ദുർമന്ത്രവാദികളായ പുരോഹിതന്മാർ, വിഗ്രഹാരാധന, പിന്നെ ഈ നിഗൂഢമായ ജ്ഞാനം, ഒക്കൾട്ട് നോളജ് എന്നൊക്കെ പറയില്ലേ, അതിലൂടെയൊക്കെ മനുഷ്യരെ ദൈവത്തിൽ നിന്ന് അകറ്റാനും തങ്ങളുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാനും ശ്രമിച്ചു. ബാബേൽ ഗോപുരം പണിയാനുള്ള നിമ്രോദിന്റെ നേതൃത്വത്തിലുള്ള ആ ശ്രമത്തെ ഈ രേഖ കാണുന്നത് മനുഷ്യൻ ഒന്നടങ്കം ദൈവത്തിനെതിരെ നടത്തിയ ഒരു കൂട്ടായ അനുസരണക്കേടായിട്ടാണ്. ഒരു കൂട്ടായ അനുസരണക്കേടോ? അതെ. ഒരുപക്ഷേ ദൈവത്തിന്റെ സ്ഥാനത്ത് മനുഷ്യനെ പ്രതിഷ്ഠിക്കാനുള്ള ഒരു ശ്രമം. ഇതിനോടുള്ള ദൈവത്തിന്റെ പ്രതികരണമായിരുന്നു ഭാഷകളെ കലക്കിയത്. ഇത് മനുഷ്യരെ ഭൂമിയിൽ അങ്ങോളം ഇങ്ങോളം ചിതറിക്കുന്നതിനും ഓരോ കൂട്ടരും അവരവരുടെ ദൈവങ്ങളെ ആരാധിക്കുന്നതിനും അങ്ങനെ വിജാതീയത, അതായത് പേഗനിസം, ലോകം മുഴുവൻ വ്യാപിക്കുന്നതിനും കാരണമായി തീർന്നു എന്ന് ഈ രേഖ വാദിക്കുന്നു. ഈയൊരു പശ്ചാത്തലത്തില്, അതായത് മനുഷ്യവർഗം ഇങ്ങനെ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നൊരു സാഹചര്യത്തില് ദൈവം എങ്ങനെയാണ് ഇടപെടുന്നത്? ഇവിടെയാണ് ക്രിസ്തുവിന്റെ പങ്ക് വരുന്നതല്ലേ? ഈ വീണ്ടെടുപ്പിന്റെ കഥയില് ക്രിസ്തു എത്രത്തോളം കേന്ദ്രീകൃതനാണ് ഈ രേഖയനുസരിച്ച്? അതെ, ഈ സാഹചര്യത്തിന് ഒരു മറുപടിയായിട്ടാണ് ദൈവം തന്റെ വലിയ വീണ്ടെടുപ്പ് പദ്ധതി ആരംഭിക്കുന്നത് എന്ന് ഈ രേഖ വ്യക്തമാക്കുന്നു. ഇത് വെറും യാദൃച്ഛിക സംഭവങ്ങളുടെ ഒരു പരമ്പരയല്ല, മറിച്ച് കൃത്യമായ ഒരു ദൈവിക പദ്ധതിയാണ്. അത് തുടങ്ങുന്നത് അബ്രഹാമിനെ തിരഞ്ഞെടുക്കുന്നതിലൂടെയാണ്. അദ്ദേഹത്തിലൂടെയും അദ്ദേഹത്തിന്റെ സന്തതികളായ ഇസ്രായേൽ ജനതയിലൂടെയും ദൈവം ലോകത്തിന് തന്നെത്താനെ വെളിപ്പെടുത്താൻ തുടങ്ങി. പിന്നീട് മോശയിലൂടെ നൽകിയ ഉടമ്പടിയും ന്യായപ്രമാണവും പ്രവാചകന്മാരിലൂടെ നൽകിയ സന്ദേശങ്ങളും ഇതെല്ലാം ഈ പദ്ധതിയുടെ ഭാഗമായിരുന്നു. ഇതൊക്കെ ഒരുക്കങ്ങളായിരുന്നു. ഒടുവിൽ ഗലാത്യർ 4:4-5 വാക്യത്തിൽ പറയുന്നത് പോലെ കാലസമ്പൂർണത വന്നപ്പോൾ ഈ പദ്ധതിയൊക്കെ അതിന്റെ പൂർണ്ണതയിലെത്തിയത് യേശുക്രിസ്തുവിലാണ്. അപ്പോൾ ക്രിസ്തുവിലാണ് ഇതിന്റെ എല്ലാം പൂർത്തീകരണം. അതെ. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ രേഖയുടെ വിവരണം എത്രമാത്രം ക്രിസ്തു കേന്ദ്രീകൃതമാണ് എന്നതാണ്. 1 കൊരിന്ത്യർ 15:1 മുതൽ 8 വരെയുള്ള ഭാഗങ്ങൾ എടുത്തു പറഞ്ഞിട്ട് ക്രിസ്തുവിന്റെ മരണം, അടക്കം, ഉയർത്തെഴുന്നേൽപ്പ് വെറുമൊരു വിശ്വാസമല്ല, മറിച്ച് ചരിത്രപരവും ദൈവശാസ്ത്രപരവുമായ അടിത്തറയുള്ള യാഥാർത്ഥ്യങ്ങളാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ കൊലോഷ്യർ 1:13 മുതൽ 22 വരെയുള്ള ഭാഗങ്ങൾ ഉദ്ധരിച്ച് ക്രിസ്തുവിനെ വെറുമൊരു പ്രവാചകനോ നല്ല മനുഷ്യനുമായിട്ടല്ല കാണുന്നത്. പിന്നെയോ? മറിച്ച് സൃഷ്ടിക്ക് മുൻപേ ഉള്ളവനായും അദൃശ്യനായ ദൈവത്തിന്റെ യഥാർത്ഥ പ്രതിരൂപമായും സകലത്തെയും സൃഷ്ടിച്ചവനായും പിന്നെ തന്റെ കാൽവരിയിലെ യാഗമരണത്തിലൂടെ മനുഷ്യനെയും ദൈവത്തെയും തമ്മിൽ അനുരഞ്ജിപ്പിക്കുന്നവനായും ഈ രേഖ അവതരിപ്പിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ക്രിസ്തുവിന്റെ ജീവിതം, മരണം, പുനരുദ്ധാനം എന്നിവ പാപം, മരണം, അതുപോലെ ഈ രേഖ വിവരിക്കുന്ന പൈശാചിക ശക്തികളുടെ അടിമത്തം, ഇതിന്റെ എല്ലാം മേലുള്ള ഒരു നിർണായകമായ വിജയമായിട്ടാണ് ഈ ഉറവിടം കാണുന്നത്. അപ്പോ ക്രിസ്തുവിന്റെ വരവും പ്രവർത്തനങ്ങളും ഈ നീണ്ട ആത്മീയ യുദ്ധത്തിലെ ഒരു വലിയ ടേണിംഗ് പോയിന്റാണ്, ഒരു ഡിസൈസീവ് മൊമെന്റ് ആണ് ഈ രേഖയുടെ കാഴ്ചപ്പാടില്. ഈ വിജയത്തിനു ശേഷം സ്ഥാപിതമായ സഭയുടെ പങ്കിനെക്കുറിച്ചും ഈ രേഖയിൽ പറയുന്നുണ്ടല്ലോ. 1 കൊരിന്ത്യർ 3:16-17 വാക്യങ്ങൾ പരാമർശിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. സഭയ്ക്ക് ഈ വിവരണത്തിൽ എന്ത് സ്ഥാനമാണുള്ളത്? വളരെ ശരിയാണ്. ക്രിസ്തു നേടിയ ഈ വിജയത്തിന്റെ ഒരു തുടർച്ചയും പ്രായോഗികമാക്കലുമായാണ് സഭയെ ഈ രേഖ കാണുന്നത്. ഇത് വെറുമൊരു മതസ്ഥാപനമല്ല, മറിച്ച് ക്രിസ്തുവിന്റെ ശരീരം പോലെയും പരിശുദ്ധാത്മാവ് വസിക്കുന്ന ദൈവത്തിന്റെ ആലയം പോലെയുമാണ്. 1 കൊരിന്ത്യർ 3:16-17 അത് പറയുന്നുണ്ടല്ലോ. ഭൂമിയിൽ ദൈവരാജ്യത്തിന്റെ യാഥാർത്ഥ്യം വെളിപ്പെടുത്താനും ക്രിസ്തു തുടങ്ങിയ ആ ആത്മീയ പോരാട്ടം തുടരാനും സത്യത്തിന്റെ സാക്ഷികളായി നിലകൊള്ളാനുമാണ് സഭ വിളിക്കപ്പെട്ടിരിക്കുന്നത്.
അതാണ് ഈ രേഖയുടെ കാഴ്ചപ്പാട്. അതുകൊണ്ട് സഭ ഈ ആത്മീയ പോരാട്ടത്തിലെ ഒരു പ്രധാന ഘടകം തന്നെയാണ്. ഇനി സഭാചരിത്രത്തിലേക്ക് വന്നാൽ ഈ രേഖ എന്താണ് പറയുന്നത്? സഭയുടെ തുടക്കം പീഡനങ്ങളിലൂടെയായിരുന്നു, അല്ലേ? എന്നിട്ടും അത് വളർന്നു. എന്നാൽ പിന്നീട് സാത്താന്റെ തന്ത്രം മാറി എന്ന് പറയുന്നു. നേരിട്ടുള്ള ആക്രമണത്തിൽ നിന്ന് യോജിപ്പിക്കൽ അഥവാ കോ ഓപ്ഷൻ എന്നതിലേക്ക് മാറി. ഇതിന് ഉദാഹരണമായി റോമൻ ചക്രവർത്തിയായ കോൺസ്റ്റന്റൈന്റെ കാലഘട്ടത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. എന്താണ് അതുകൊണ്ട് ഈ രേഖ അർത്ഥമാക്കുന്നത്? ഈ സിങ്ക്രറ്റിസം എന്ന ആശയം അതെന്താണ്? ഈ രേഖയുടെ വാദം ഇങ്ങനെയാണ്. ആദ്യ നൂറ്റാണ്ടുകളിലെ കഠിനമായ പീഡനങ്ങൾ കൊണ്ട് സഭയെ തകർക്കാൻ പറ്റിയില്ല. വിശ്വാസം കൂടുതൽ ശക്തിപ്പെടുകയാണ് ചെയ്തത്. ഇത് കണ്ടപ്പോൾ ശത്രു തന്ത്രം മാറ്റി. നേരിട്ട് എതിർക്കുന്നതിന് പകരം അകത്ത് കയറി അതിനെ ദുർബലപ്പെടുത്താൻ ശ്രമിച്ചു. അതാണ് ഈ കോഓപ്ഷൻ അല്ലെങ്കിൽ സിങ്ക്രറ്റിസം എന്ന് പറയുന്നത്. അകത്ത് കയറി ദുർബലപ്പെടുത്തുകയോ? അതെ, അതായത് വിജാതീയമായ ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും ക്രിസ്തീയമെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ സഭയിലേക്ക് കൂട്ടിച്ചേർക്കുക. സിൻക്രറ്റിസം. പുറമേ നോക്കുമ്പോൾ ക്രിസ്തീയമെന്ന് തോന്നും, പക്ഷെ അതിൻ്റെ യഥാർത്ഥ സന്ദേശവും ശക്തിയും നഷ്ടപ്പെടുത്തുക എന്നതായിരുന്നു ലക്ഷ്യം. റോമൻ ചക്രവർത്തിയായ കോൺസ്റ്റന്റൈൻ ക്രിസ്തുമതത്തിന് ഔദ്യോഗിക അംഗീകാരം നൽകിയ കാലഘട്ടം മുതലാണ് ഇത് വലിയ തോതിൽ സംഭവിച്ചതെന്ന് ഈ രേഖ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇത് സഭയ്ക്ക് ലോകത്തിൽ വലിയ സ്ഥാനമാനങ്ങളൊക്കെ നേടിക്കൊടുത്തു എന്നത് ശരിയാണ്. പക്ഷെ അതേസമയം ലോകത്തിൻ്റെ സ്വാധീനം സഭയിലേക്ക് കടന്നുവരാനും യഥാർത്ഥ സുവിശേഷ സത്യങ്ങൾ പലപ്പോഴും മറയ്ക്കപ്പെടാനും ഇത് കാരണമായി എന്ന് ഈ രേഖ വാദിക്കുന്നു. ചരിത്രത്തിലുടനീളം രാഷ്ട്രീയവും സാമ്പത്തികവും മതപരമായ പല സംവിധാനങ്ങളും ഉപയോഗിച്ച് ബൈബിളിലെ യഥാർത്ഥ സത്യത്തെ അടിച്ചമർത്താനും വളച്ചൊടിക്കാനും ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. എന്നാൽ ഇതിനിടയിലും പ്രൊട്ടസ്റ്റന്റ് നവീകരണം പോലുള്ള പ്രസ്ഥാനങ്ങളിലൂടെയും മിഷണറി പ്രവർത്തനങ്ങളിലൂടെയും ദൈവവചനം വീണ്ടും ശക്തിയോടെ വെളിപ്പെട്ടു വന്നിട്ടുണ്ടെന്നും ഈ രേഖ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഓക്കെ, ഇത് കേൾക്കുമ്പോൾ ചരിത്രത്തെക്കുറിച്ചുള്ള നമ്മുടെ സാധാരണ ധാരണകളെ ശരിക്കും ചോദ്യം ചെയ്യുന്ന ഒന്നാണ്. ഈ രേഖ തുടർന്ന് നവോത്ഥാന കാലഘട്ടത്തിലെ ചില നിഗൂഢ തത്വശാസ്ത്രങ്ങളിലേക്കും ശാസ്ത്രത്തിന്റെ വളർച്ചയിലേക്കും വിരൽ ചൂണ്ടുന്നുണ്ട്. ഹെർമെറ്റിസിസം, കബാല പോലുള്ള ചിന്താധാരകൾ. ഇവ ലിയനാർഡോ ഡാവിഞ്ചി, ഐസക് ന്യൂട്ടൺ, കോപ്പർനിക്കസ് തുടങ്ങിയ ആദ്യകാല ശാസ്ത്രജ്ഞരെ സ്വാധീനിച്ചു എന്നീ രേഖ പറയുന്നു. ഇവരൊക്കെ യുക്തിക്കും നിരീക്ഷണത്തിനും പ്രാധാന്യം നൽകിയവരാണെങ്കിലും അതേസമയം ഇത്തരം നിഗൂഢ പാരമ്പര്യങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടു എന്നാണ് ഈ രേഖ വാദിക്കുന്നത്. ഇത് എങ്ങനെയാണ് ഈ ആത്മീയ പോരാട്ടത്തിന്റെ കഥയുമായി ബന്ധപ്പെടുന്നത്? ഇതൊരു വലിയ മാറ്റമാണല്ലോ ചിന്താരീതിയിൽ. അതെ, ഈ ഭാഗം കുറച്ചുകൂടി ശ്രദ്ധയോടെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ രേഖയുടെ വാദമനുസരിച്ച് നവോത്ഥാന കാലഘട്ടത്തിലെ ഈ നിഗൂഢ തത്വചിന്തകൾക്ക്, അതായത് എസറ്റേറിക് ഫിലോസഫീസിന് ശാസ്ത്രീയ ചിന്തയുടെ വളർച്ചയിൽ ഒരു പങ്കുണ്ടായിരുന്നു. ഇതൊരുപാട് നല്ല കാര്യങ്ങൾക്ക് വഴിതെളിച്ചു എന്നത് ശരിയാണ്. പക്ഷേ ക്രമേണ ദൈവത്തെ ഈ പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തുന്ന ഒരു ചിന്താഗതിക്ക് ഇത് വളം വെച്ചുകൊടുത്തു. പ്രപഞ്ചം യാന്ത്രികമായ നിയമങ്ങളാൽ പ്രവർത്തിക്കുന്ന ഒന്നാണെന്നും ഒരുപക്ഷെ ദൈവം ഉണ്ടെങ്കിൽ പോലും അവിടുന്ന് ഈ ലോകത്തിൻ്റെ ദൈനംദിന കാര്യങ്ങളിൽ ഇടപെടുന്നില്ല എന്നുള്ള ഡെയിസം പോലുള്ള ആശയങ്ങൾ ശക്തിപ്പെട്ടു. ദൈവം ഇടപെടുന്നില്ല എന്ന ചിന്ത. അതെ, പ്രപഞ്ചം അതിവിശാലമാണെന്നും കോടിക്കണക്കിന് വർഷങ്ങളുടെ പഴക്കമുണ്ടെന്നും ഭൂമിയൊരു സാധാരണ ഗ്രഹം മാത്രമാണെന്നുമുള്ള കണ്ടെത്തലുകൾ വന്നു. ഇത് ഭൂമിക്ക് പുറത്തും ബുദ്ധിയുള്ള ജീവൻ ഉണ്ടാകാനുള്ള സാധ്യതയെക്കുറിച്ചുള്ള ചിന്തകൾക്ക് ആക്കം കൂട്ടി. റോയൽ സൊസൈറ്റി പോലുള്ള ആദ്യകാല ശാസ്ത്ര സംഘടനകളിലൂടെ ഈ ചിന്താധാരകൾക്ക് കൂടുതൽ പ്രചാരം കിട്ടി എന്നും ഈ രേഖ സൂചിപ്പിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ മനുഷ്യന്റെ ശ്രദ്ധ ദൈവത്തിൽ നിന്നു മാറി പ്രപഞ്ചത്തിലേക്കും യുക്തിയിലേക്കും മറ്റു സാധ്യതകളിലേക്കും തിരിഞ്ഞു. ശരി. അപ്പോൾ ഇവിടെയാണ് ഈ രേഖ ഏറ്റവും ആധുനികവും ഒരുപക്ഷെ ഏറ്റവും ഊഹാപോഹപരവുമായ ഒരു വിഷയത്തിലേക്ക് എത്തുന്നത്. ഈ ചരിത്രപരവും തത്വചിന്താപരവുമായ പശ്ചാത്തലത്തെ ഇന്ന് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്യുന്ന UFO, UAP, അതായത് തിരിച്ചറിയാനാവാത്ത പറക്കും വസ്തുക്കൾ അഥവാ അജ്ഞാത വ്യോമ പ്രതിഭാസങ്ങൾ പോലുള്ള കാര്യങ്ങളുമായി ഈ രേഖ എങ്ങനെയാണ് ബന്ധിപ്പിക്കുന്നത്? ഇതൊരു വലിയ ചാട്ടമായി തോന്നുന്നുണ്ടല്ലോ. തീർച്ചയായും ഇതൊരു വലിയ ചാട്ടം തന്നെയാണ്. ഈ രേഖയുടെ വാദം ഇതാണ്:
മനുഷ്യന്റെ ഈ ബൗദ്ധികവും തത്വചിന്താപരമായ മാറ്റം, അതായത് ദൈവത്തിൽ നിന്ന് അകന്നതും പ്രപഞ്ചത്തിൽ മറ്റു ബുദ്ധിജീവികൾ ഉണ്ടാകാം എന്ന് ചിന്തിക്കുന്നതുമായ ഒരു മാനസികാവസ്ഥ, ഇത് ഒരു പുതിയ തരത്തിലുള്ള, ഒരുപക്ഷേ അവസാന കാലഘട്ടത്തിലെ വഞ്ചനയ്ക്ക് കളമൊരുക്കിയിരിക്കുന്നു. വഞ്ചനയ്ക്കോ? എന്ത് തരം വഞ്ചന? അതായത് പുരാതന കാലത്ത് ദൈവങ്ങളായോ പിശാചുക്കളായോ മാലാഖമാരായോ ഒക്കെ പ്രത്യക്ഷപ്പെട്ടിരുന്ന അതേ വീണുപോയ അസ്തിത്വങ്ങൾക്ക്, ഫോളൻ എൻറ്റിറ്റീസ്, വീണ്ടും മനുഷ്യരാശിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടാനുള്ള ഒരു അവസരം. പക്ഷേ ഇത്തവണ അവർ വരുന്നത് പഴയ ദൈവങ്ങളുടെ രൂപത്തിലല്ല, മറിച്ച് സാങ്കേതികവിദ്യയിൽ വളരെ മുന്നിട്ട് നിൽക്കുന്ന, നമ്മേക്കാൾ പുരോഗമിച്ച അന്യഗ്രഹ ലോകത്തു നിന്നുള്ള രക്ഷകരായിട്ടായിരിക്കാം എന്നാണ് ഈ രേഖ പറയുന്നത്. അന്യഗ്രഹ രക്ഷകരോ? അതെ. സമീപകാലത്ത് ലോക ഗവൺമെന്റുകൾ, പ്രത്യേകിച്ച് US ഗവൺമെന്റ്, UFO UAPകളെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിടുന്നതും അവയെക്കുറിച്ച് ഗൗരവമായി പഠനങ്ങൾ നടത്തുന്നതും ഇതൊക്കെ ഈ സാധ്യതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നതെന്ന് ഈ രേഖ വ്യാഖ്യാനിക്കുന്നു. കൂടാതെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ AI-യിൽ നാം കൈവരിച്ചുകൊണ്ടിരിക്കുന്ന ഈ അഭൂതപൂർവമായ മുന്നേറ്റങ്ങളും ഈ വഞ്ചനയെ സഹായിക്കാൻ സാധ്യതയുണ്ടെന്ന് രേഖ ഭയപ്പെടുന്നു. AI പോലും ഇതിൽ പങ്കാളിയാകാമെന്നോ? ഈ രേഖ അങ്ങനെ ഒരു സാധ്യത കാണുന്നു. മത്തായി 24:24 യേശു പറയുന്നില്ലേ, അവസാന നാളുകളിൽ തെരഞ്ഞെടുക്കപ്പെട്ടവരെ പോലും വഴിതെറ്റിക്കാൻ തക്കവണ്ണം വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കുന്ന വ്യാജക്രിസ്തുക്കളും വ്യാജ പ്രവാചകന്മാരും എഴുന്നേൽക്കും എന്ന്. ആ മുന്നറിയിപ്പിനെ ഈ സാഹചര്യവുമായി ഈ രേഖ ബന്ധിപ്പിക്കുന്നു. അതുപോലെ 2 തെസ്സലോനിക്കർ 2:7-8 വാക്യങ്ങളെ അടിസ്ഥാനമാക്കി ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിന് തൊട്ടു മുൻപായി ഇപ്പോൾ തിന്മയെ തടഞ്ഞു നിർത്തുന്ന ചില ദൈവീക നിയന്ത്രണങ്ങൾ താൽക്കാലികമായി നീക്കപ്പെടുമെന്നും അത് ഈ അധർമ്മമൂർത്തിയുടെ വെളിപ്പെടലിനും വലിയ വഞ്ചനയ്ക്കും വഴിയൊരുക്കുമെന്നും ഈ രേഖ സൂചിപ്പിക്കുന്നു. ഓ, അപ്പോ ഇതിന്റെ എല്ലാം ആകെത്തുക എന്താണ്? നമ്മൾ ഇന്ന് ഭൂമിയുടെ ആത്മീയ ചരിത്രത്തെക്കുറിച്ചുള്ള വളരെ സവിശേഷമായ ഒരു വ്യാഖ്യാനത്തിലൂടെയാണ് കടന്നുപോയത്. എർത്ത് സ്പിരിച്വൽ ഒഡീസിയിൽ നിന്നുള്ള ഭാഗങ്ങൾ നമ്മെ കൊണ്ടുപോയത് ശരിക്കും പറഞ്ഞാൽ സൃഷ്ടിയിൽ തുടങ്ങി, മനുഷ്യന്റെ വീഴ്ച, പിന്നെ ആ കാവൽ മാലാഖമാരുടെ വിവാദപരമായ ഇടപെടലും പ്രളയവും, തുടർന്ന് ക്രിസ്തുവിലൂടെയുള്ള ദൈവത്തിന്റെ വലിയ വീണ്ടെടുപ്പ് പദ്ധതി, സഭാകാലഘട്ടത്തിലെ പോരാട്ടങ്ങളും ആ തന്ത്രപരമായ മാറ്റങ്ങളും, ഒടുവിൽ ശാസ്ത്രത്തിന്റെയും നിഗൂഢതയുടെയും പശ്ചാത്തലത്തിൽ അന്യഗ്രഹ ജീവികളുമായി ബന്ധപ്പെടുത്തി അവതരിപ്പിക്കപ്പെടുന്ന ആധുനിക കാലത്തെ വഞ്ചനയുടെ സാധ്യതകളിലേക്കാണ് ഈ ഉറവിടം അവതരിപ്പിക്കുന്നത്. തുടക്കം മുതൽ ഒടുക്കം വരെ പരസ്പരം ബന്ധപ്പെട്ടു കിടക്കുന്നതും എന്നാൽ പൂർണ്ണമായും ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു ചരിത്ര വിവരണമാണ്, അല്ലേ? തീർച്ചയായും. ഈ വിശദമായ ചർച്ചയിൽ നിന്ന് നിങ്ങൾക്ക് വ്യക്തിപരമായി എന്താണ് ഏറ്റവും പ്രധാനമായി തോന്നിയത്? ഈ കാഴ്ചപ്പാടനുസരിച്ച് ഭൂമിയുടെ ചരിത്രമെന്നത് വെറും രാഷ്ട്രീയവും സാമൂഹികവുമായ സംഭവങ്ങളുടെ ഒരു പരമ്പരയല്ല, മറിച്ച് അതിനെല്ലാം പിന്നിൽ നന്മയും തിന്മയും തമ്മിലുള്ള ഒരു വലിയ ആത്മീയ പോരാട്ടം നടക്കുന്നുണ്ട്. ബൈബിളിലെ വെളിപാട് പുസ്തകത്തിൽ വിവരിക്കുന്നത് പോലെയുള്ള ഒരു അന്തിമ പോരാട്ടത്തിലും ക്രിസ്തുവിൻ്റെ വിജയത്തിലുമാണ് ഈ ചരിത്രം അവസാനിക്കുക എന്നാണ് ഈ രേഖയുടെ ഒരു കാതൽ. ഈ ഒരു പശ്ചാത്തലത്തിൽ സഭയുടെ പങ്ക് വളരെ നിർണായകമായിട്ടാണ് ഈ രേഖ കാണുന്നത്. സഭയുടെ പങ്ക് നിർണായകമാണെന്നോ? അതെ. അതായത് ഈ അവസാന നാളുകളിലെ വലിയ ആശയക്കുഴപ്പങ്ങൾക്കും വഞ്ചനകൾക്കുമിടയിൽ സത്യം മുറുകെ പിടിച്ച് ഒരു നിലവിളക്ക് പോലെ പ്രകാശം പരത്തുന്ന ഒരു ദൗത്യമാണ് സഭയ്ക്കുള്ളത് എന്ന് ഈ രേഖ ഊന്നി പറയുന്നു. ശരി. അപ്പോ ഈ വിഷയത്തിൽ നിന്ന് നിങ്ങൾക്ക് കൂടുതൽ ചിന്തിക്കാനായി ഒരു അവസാന ആശയം ഞാൻ മുന്നോട്ട് വെക്കട്ടെ. ചരിത്രപരവും സാംസ്കാരികവും എന്തിന് ശാസ്ത്രീയവുമായ സംഭവങ്ങളെപ്പോലും ഇതുപോലൊരു പ്രത്യേക ആത്മീയ ചട്ടക്കൂടിലൂടെ വ്യാഖ്യാനിക്കാൻ ഈ ഉറവിടത്തിന് സാധിക്കുന്നുവെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ചുറ്റുമുള്ള ലോകത്തെക്കുറിച്ചുള്ള നമ്മുടെ സ്വന്തം ധാരണകളെ രൂപപ്പെടുത്തുന്ന, എന്നാൽ നമ്മൾ അത്രയൊന്നും ശ്രദ്ധിക്കാത്ത മറ്റേതൊക്കെ ആഖ്യാനങ്ങൾ അഥവാ വിവരണങ്ങൾ, നറേറ്റീവ്സ് ഉണ്ടാകാം. നാം അറിയാതെ നമ്മെ സ്വാധീനിക്കുന്ന അത്തരം കാഴ്ചപ്പാടുകൾ ഏതൊക്കെയാവാം? ചിന്തിച്ചു നോക്കാവുന്ന ഒരു കാര്യമാണത്.